ഒരു കുടുംബജീവിതം അത് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അവൾക്ക് ഒരു കുടുംബജീവിതം, അതാണ് അവളുടെ സമയം. അതിന്റെ അർത്ഥം മോൾക്ക് വീണ്ടും ഒരു വിവാഹം വേണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ പേരൻസും അങ്ങനെ തന്നെയല്ലേ? അമ്മമാരെ ശരിക്കും അങ്ങനെ ആലോചിക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ? ഇല്ല, ഞാൻ അവൾക്കാണ് സമയം കൊടുത്തേക്കണത്. കാരണം ഇത് പിന്നെ വിവാഹം എന്ന് പറയുന്നത് ഒരു ഘട്ടമാണ്. ഒരു പെണ്ണിന്റെയും അതൊരു സക്സസിന്റെ ഒരു മെയിൻ ഇതാണെന്ന് ഞാൻ പറയില്ല. അത് ജീവിതത്തിലെ ഒരു ഘട്ടമാണ്. ഒരു സ്ത്രീയുടെയിലും പുരുഷന്റെയിലും അതൊരു ഘട്ടമാണ്. അതിപ്പോ നമ്മളായിട്ട് ഒരു കാര്യം നടത്തി ഇങ്ങനെയായി, ഇനി അവളായിട്ടാണ് അത് തീരുമാനിക്കേണ്ടത്. അവിടെ നമ്മുടെ ആഗ്രഹം പറയാന്നല്ലാണ്ട് അത് അവള് തീരുമാനം എടുക്കണം. ഇനി അങ്ങനെ ഒരു സാഹസത്തിൽ റെഡിയാണ്. ഞാൻ പറഞ്ഞില്ലേ, നോ പ്ലാൻ. അതാണ് ഇപ്പോഴത്തെ എന്റെ പ്ലാൻ. അല്ല എങ്കിലും ഇപ്പൊ ഫ്രണ്ട്സ് ഒക്കെ കല്യാണം പറയാൻ പറ്റില്ല. അങ്ങനെ ചിലപ്പോഴൊക്കെ കാണുമ്പോ തോന്നിയിട്ടില്ലേ? എടാ ഡെഫിനറ്റ്ലി നമുക്ക് ഒരു ഫാമിലിയോടെ സെറ്റിൽ ആവണം എന്നുള്ളത് എല്ലാ മനുഷ്യന്റെ ആഗ്രഹമല്ലേ? മനസ്സിലായില്ലേ? അപ്പൊ ഇപ്പൊ ഒരു പ്ലാനും ഇല്ല. ചിലപ്പോ നാളെ തന്നെ ആവാം, അല്ലെങ്കിൽ ചിലപ്പോ അടുത്ത മാസം ആവാം, ചിലപ്പോ ഞാൻ എന്റെ ലൈഫിൽ ചിലപ്പോ അത് ഉണ്ടായിന്ന് വരില്ല. എനിക്ക് ഒരു പ്ലാനും ഇല്ല. ഞാൻ ലെറ്റ് ഇറ്റ് ഗോ, അത്രേ ഉള്ളൂ. ഓക്കെ. ഇപ്പൊ അമ്മയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു വിഷമം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് കഴിഞ്ഞു എങ്കിൽ പോലെ ആള് ഫാമിലി ആയിട്ട് സെറ്റിൽ ആയിട്ടാണ് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ അമ്മയുടെ ഉള്ളിൽ ഉണ്ടാവില്ല എന്റെ മോളും ഇതുപോലെ ഒന്ന് സെറ്റ് ആയി? ഡെഫിനറ്റ്ലി എല്ലാ അമ്മമാർക്കും ഉള്ളല്ലേടാ. എല്ലാ അമ്മമാർക്കും അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ മക്കളെ സെറ്റിൽ ആയിട്ട് കാണാ, അവരുടെ കുഞ്ഞിന് നെക്സ്റ്റ് ജനറേഷൻ കാണാ. ഇതൊക്കെ എല്ലാ അമ്മമാരുടെ ആഗ്രഹമാണ്. ഇതേപോലെ തന്നെ ഞാൻ പറഞ്ഞ എല്ലാ ഇമോഷൻസും നമുക്കുള്ള പോലെ തന്നെയാണ്, മറ്റുള്ളവർക്കുള്ള പോലെ തന്നെയാണ് നമ്മൾക്കും ഉള്ളത്. അതിപ്പോ ഓപ്പോസിറ്റ് പാർട്ടി അങ്ങനെ ആയതുകൊണ്ടല്ല എനിക്ക്. അല്ല ഒരു അമ്മ എന്ന നിലയിൽ നമ്മുടെ മറന്നൊരു അധ്യായമാണ്, നമ്മുടെ കഴിഞ്ഞ അധ്യായമാണ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്, ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞിട്ടൊക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നമുക്കിപ്പം ഒരാൾ നല്ലതാണോ മോശമാണോ ഒരു പരിധി ഒക്കെ നമുക്കൊന്ന് മിങ്കിൾ ചെയ്താൽ അറിയാൻ പറ്റും. അപ്പം ലിവിങ് ടുഗദർ ഓപ്ഷൻ തിരഞ്ഞെടുക്കോ ഇനിയുള്ള ലൈഫിൽ? അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാൻ ചേച്ചിക്ക് കഴിയോ എന്നാണ് ചോദിച്ചത്. എടാ ഞാൻ പറയട്ടെ, എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. എന്നാലും കുഴപ്പമില്ല, ഇത് ട്രോള് പോലെ അല്ല ഇത് ആക്ച്വലി ഇറ്റ്സ് ഡെഫിനറ്റ്ലി. അതായത് ഒരു താലി കിട്ടിയെന്നോ അല്ലെങ്കിൽ ജസ്റ്റ് ആ ഒരു മാരേജിന്റെ ആ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നോ പറഞ്ഞുകൊണ്ടോ നമ്മൾ ഒരു സെക്കൻഡ് പോലും അതിൽ ഹാപ്പി അല്ല എങ്കിൽ അതിൽ ഒരു പ്രയോജനമില്ല. ഓക്കെ, ഹാപ്പി അല്ലെന്ന് മാത്രമല്ല ഓരോ നിമിഷവും നമ്മൾ ചത്ത് ജീവിക്കാന്ന് പറയില്ലേ, അത് ജസ്റ്റ് ഒരു താലി ഉള്ളതുകൊണ്ടോ ഒരു സർട്ടിഫിക്കറ്റിന്റെ ആ ഒരു കാരണം കൊണ്ടോ അങ്ങനെ ജീവിക്കേണ്ട കാര്യമുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഇല്ല. സോ എനിക്ക് തോന്നുന്നത് അത് ഏറ്റവും നല്ലൊരു പേഴ്സൺ നമുക്ക് എല്ലാത്തിനും സപ്പോർട്ടീവായിട്ട്, ഫസ്റ്റ് ഓഫ് ഓൾ എന്താ പറയുക, നമ്മളുടെ എല്ലാ കാര്യങ്ങളും നിന്റെ എൻ്റെ എന്നല്ലാതെ നമ്മളുടെ എന്ന് ചിന്തിക്കാൻ പറ്റുന്ന ഒരു പേഴ്സൺ ആവാന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അതിന്റെ പേര് സപ്പോർട്ടീവ് എന്നല്ല, അത് എന്റെ നിന്റെ ചിന്തിക്കാണ്ട് നമ്മുടെ ചിന്തിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം എന്നുള്ളതാ. അതിലൊരു നല്ല പേഴ്സൺ ആയിരിക്കണം, നല്ലൊരു ഹ്യൂമൻ ബീങ് ആയിരിക്കണം. കാശ് പണമൊന്നും അല്ല, നല്ല മനുഷ്യനായിരിക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതായത് ഇത്ര പവന്റെ താലിയോ അല്ലെങ്കിൽ ഒരു രജിസ്റ്റേർഡ് സിഗ്നേച്ചറോ അതിലൊന്നും അത്ര വലിയ കാര്യം ഉണ്ടെന്നൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഞാൻ അങ്ങനെ ജീവിച്ചിട്ട് എനിക്ക് അങ്ങനെ ആ ഒരു ഫീൽ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ പിന്നെ എനിക്ക് തോന്നുന്നു അതിലൊന്നും ഒരു കാര്യമില്ല. അത്രേ ഉള്ളൂ. ആ സമയത്ത് അമ്മേനെയും ഒക്കെ ഒത്തിരി ആൾക്കാർ കുറ്റം പറഞ്ഞു, അമ്മ കാരണമാണ് എന്നുള്ളൊരു അത്തരം കാര്യങ്ങളോട് അമ്മ എങ്ങനെ പ്രതികരിച്ചത്? ഇങ്ങനെ പ്രതികരിച്ചത് ഞാൻ ചോദിച്ച അമ്മ ഇത് എന്റെ ക്വസ്റ്റിനെ പുച്ഛിച്ച് തള്ളുന്നതാണ്. നിശബ്ദത നിഗൂഢമാണ്, മൗനം സംഗീതവും. ഇപ്പൊ പറഞ്ഞില്ലേ, മനസ്സിലായി. ഭയങ്കര സാഹിത്യപരമായിട്ട് സംസാരിക്കാൻ പറഞ്ഞില്ലേ? അതായത് ഞാൻ ഇതൊരു സ്ക്രിപ്റ്റ് റൈറ്ററിന് കടം വാങ്ങിയതാണ്. എനിക്ക് ഈ വേർഡ് എപ്പോഴും, ഞാനന്ന് നിശബ്ദമായി ഇരുന്നപ്പോ എന്നെ പറ്റി വളരെ മോശമായിട്ടൊക്കെയാണ് പറഞ്ഞത് ഒരു കുടുംബമാണ് പറഞ്ഞത്. പക്ഷെ അത് എല്ലാവരും ഒന്നും ഏറ്റെടുത്തിട്ടൊന്നുമില്ല. തിരിച്ചും അങ്ങോട്ട് പറഞ്ഞു ഇങ്ങോട്ട് പറഞ്ഞു. ഞാൻ അതിന്റെ ഇടയിലേക്ക് വന്നില്ല എന്നുള്ളതാണ് സത്യം. എനിക്ക് വരാൻ തോന്നിയില്ല, പറയാൻ തോന്നിയില്ല. എനിക്ക് നിശബ്ദമായി ഇരിക്കാനാണ് തോന്നിയത്. ആ നിശബ്ദതയ്ക്ക് ഒരുപാട് അർത്ഥങ്ങൾ
അത്രേ അതെനിക്ക് ബോധ്യപ്പെടുത്തേണ്ടത് ഈ ഒരു വ്യക്തിയെയും ദൈവത്തിനെയും മനസാക്ഷിയും മാത്രമേ ഉള്ളൂ, വേറെ ഒരാളെയും മനസ്സിലാക്കേണ്ട കാര്യമില്ല. കാരണം എന്താന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം, അറിയാണ്ട ആൾക്കാർക്ക് വ്യക്തമായിട്ട് അറിയാം. പിന്നെ നമ്മൾക്ക് കുറെ കോർട്ടിന്റേതായിട്ടുള്ള കുറെ നിയമങ്ങളുണ്ട്. അപ്പൊ അതിന്റെ ലീഗൽ ഇഷ്യൂസ് ഉണ്ടോ? ഉണ്ട് അതിൻ്റെതായിട്ടുള്ള ക്ലോസുകളുണ്ട്, കാരണങ്ങളുണ്ട്. അപ്പൊ അത് തുറന്ന് പറയാൻ പറ്റുന്ന ഒരു ഇതല്ല. പക്ഷെ ഇൻ കേസ് ഇപ്പൊ തുറന്ന് പറയുന്നവരുണ്ട്, തുറന്ന് പറയണമെങ്കിൽ അത് ഓരോരുത്തരുടെ ഓപ്ഷൻ ആണ്. എന്റെ ഓപ്ഷൻ പറയണ്ട ഇപ്പൊ ഇതുവരെ ഉള്ളത്, നാളത്തെ എനിക്കറിയില്ല കേട്ടോ, ഇതുവരെ ഉള്ളത് അതിന്റെ പറയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞിട്ട് എന്താ നടക്കാൻ പോണേ? ഒന്നും നടക്കില്ല. ഈ പറഞ്ഞതൊന്നും ഇല്ല പറഞ്ഞിട്ട് ഈ കുറെ പേർക്ക് നാട്ടുകാർക്കൊക്കെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും, എന്നാലും എന്താണ്. അപ്പൊ അവർക്കറിയാൻ പറ്റുന്നല്ലാതെ അവർക്കൊരു കഥ പോലെ, പിന്നെ അവർക്ക് അടുത്ത ജനറേഷൻ അല്ലെങ്കിൽ അടുത്ത വീട്ടില് ഇടി നീ അറിഞ്ഞ ഒരു സ്റ്റോറി പോലെ പറയാം. അല്ലാതെ വേറെ എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? അതെ, ഇല്ല. പിന്നെ അടുത്ത ദിവസം വേറെ ആളുടെ സ്റ്റോറി വരും, അത്രേ ഉള്ളൂ. പല കഥകളിലും ഒരു കഥയാവാൻ ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കുറെ നാള് കഴിയുമ്പോ എല്ലാവരും എല്ലാം മറക്കും. ഞാൻ പറഞ്ഞില്ലേ, മറവി എല്ലാവർക്കും കിട്ടുന്ന അനുഗ്രഹമായിട്ട് പല കാര്യങ്ങളും. അതങ്ങനെ തന്നെ ആവട്ടെ. എന്തായാലും ഹാപ്പി ന്യൂസിന് വേണ്ടിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. എത്രയും പെട്ടെന്ന് ഹാപ്പി ന്യൂസ്. നിങ്ങളുടെയൊക്കെ ഹാപ്പി ന്യൂസ് എന്ന് പറഞ്ഞാൽ കല്യാണം മാത്രമാണോ? ഒരു നല്ല വൺ ഓഫ് ദ ഹാപ്പി ന്യൂസ്. എന്നെ സംബന്ധിച്ചിടത്തോളം കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ ഹാപ്പി ആണെന്ന് പറയാൻ പറ്റും? അത് പറയാൻ പറ്റില്ല. അല്ല, അത് ഡെഫിനറ്റ്ലി ലൈഫിൽ വേണ്ട ഒരു കാര്യമാണ്. വൺ ഓഫ് ദ ഹാപ്പി ന്യൂസ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം മാരേജ്. ഓക്കെ, അതാണ് ലൈഫ്, അതാണ് ഹാപ്പിനെസ് എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അതും ഒരു ഹാപ്പിനെസ് ആയിട്ട് നമ്മളും കരുതുന്നു. മീൻസ് ഒരാള് ലൈഫിൽ വിളിച്ചിട്ട് എന്റെ കല്യാണം എന്ന് പറയുമ്പോൾ നമുക്കൊരു അടിപൊളി എന്നുള്ളൊരു ഫീലിംഗ് അത്രേ ഉള്ളൂ. അതെ, നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അതൊരു ഗുഡ് ന്യൂസ് ആണ്. അത്രേ ഉള്ളൂ. ഡെഫിനറ്റ്ലി. ഓക്കെ, നമുക്ക് ഇതെല്ലാം വിട്ടിട്ടെ ഒരു പാട്ട് പാടി അവസാനിപ്പിച്ചാലോ? ഫൈൻ. അതല്ലേ, അമ്മ പാടട്ടെ. അമ്മ പാടി തുടങ്ങി ചേച്ചി ഏറ്റുപിടിക്കും, അത്രേ ഉള്ളൂ. അമ്മ പാടും, ഞാൻ പാടുപെടും. ഞാൻ വലിയ പാട്ടുകാരിയൊന്നുമല്ല, പക്ഷെ മ്യൂസിക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കിച്ചണിൽ ഇരുന്നാലും 24 hours മ്യൂസിക് എന്റെ ചെവിയിലുണ്ടാവും, അല്ല പരിസരത്തുണ്ടാവും. അതുകൊണ്ട് ആ ഇഷ്ടം കൊണ്ട് പാടുന്നതാണ്, ഞാൻ പാട്ടുകാരി അല്ലാതെ. അവിടുന്നൻ ഗാനം കേൾക്കാൻ ചെവിയോ തേട്ടരികേറിപ്പോ സ്വരരാഗ സുന്ദരിമാർക്കു അരികിൽ വരാൻ എന്തൊരു നാണം. അവിടുന്നൻ ഗാനം കേൾക്കാൻ ചെവിയോ തേട്ടരികേറിപ്പോ സ്വരരാഗ സുന്ദരിമാർക്കു അരികിൽ വരാൻ എന്തൊരു നാണം. എനിക്ക് പഴയ പാട്ടുകളെ അറിയുള്ളൂ. അടിപൊളി, നല്ല പാട്ട്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.